എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇടം വരെ നോക്കേണ്ട ആ സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലഗിനെ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. ഈ വീഡിയോ കാണുന്നവരുന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക, പറഞ്ഞ ഒരു ലൈക്കോ ഒരു ഹാർട്ടോ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നവർ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ കൂടുതലായി എടുപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പറ്റിക്കാൻ വളരെ ഈസി ആയിട്ടുള്ളത് പാവപ്പെട്ട ജനങ്ങളെയാണ്. പാവപ്പെട്ട ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെങ്കിലും ഒരു പിടിവള്ളി കിട്ടുമോ, ജീവിതത്തിൽ ഞാൻ എപ്പോഴെങ്കിലും രക്ഷപ്പെടുമോ എന്ന് ചിന്തിക്കുന്ന ആളുകളെയാണ് നീ ഇപ്പം രക്ഷപ്പെടും അല്ലെങ്കിൽ നിന്നെ ഞാൻ രക്ഷപ്പെടുത്താം എന്നുള്ള മോഹം കാണിച്ച് പലരും പറ്റിക്കുന്നു. അത്തരത്തിലൊരു പറ്റിപ്പുമായിട്ട് ബന്ധപ്പെട്ട സാധനമാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അതായത് സംഭവം ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നിസാരവൽക്കരിക്കുന്ന വലിയ സംഭവമാണ്. ഡോക്ടർ കാർത്തിക പ്രദീപ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ഉണ്ട്, 13,000 ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. ഇവർ ടേക്ക് ഓഫ് എന്ന് പറയുന്നൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങളെ വിദേശത്തേക്ക് കൊണ്ടുപോകാം, നിങ്ങൾക്കൊരു വലിയ ജോലി വാഗ്ദാനം ചെയ്യാം, ഫ്രീ ആയിട്ട് വിസ തരാം, ഫ്രീ ആയിട്ട് നേഴ്സിംഗ് പഠിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മോഹന വാഗ്ദാനങ്ങൾ നൽകി ആളുകളുടെ കയ്യിൽ നിന്ന് 6.5 ലക്ഷം രൂപയോളം വാങ്ങിയിട്ട് ഏത് പാസ്പോർട്ട്, ഏത് രാജ്യം, നീ ഏത് എന്നുള്ള രീതിയിൽ ഇവരെ തേച്ചു വിടുന്ന ഒരു സാധനമാണ് ഇപ്പം നടന്നിരിക്കുന്നത്. ഇതിപ്പോൾ വാർത്തയായിട്ടുണ്ട്. നമ്മുടെ ഈ ഡോക്ടർ കാർത്തിക പ്രദീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് വാർത്തയൊന്ന് കണ്ടു നോക്കാം. നൽകിയ പണം തട്ടിയ പ്രതിക്കെതിരെ പോലീസ് നടപടി വൈകുന്നത് ഉന്നത ഇടപെടലുകൾ കാരണമെന്ന് സൂചന. കേസിലെ പ്രതിയായ അടൂർ കമ്മംകോട് ലക്ഷ്മി നിലയത്തിൽ കാർത്തിക പ്രദീപ് ഒളിവിലാണ്. ഉന്നത ടേക്ക് ഓഫ് സർവീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി എന്ന സ്ഥാപനത്തിന്റെ പേരിലായിരുന്നു തട്ടിപ്പ്. യുകെയിൽ ജോലി തരപ്പെടുത്തി നൽകാമെന്ന പേരിൽ നിരവധി ഉദ്യോഗാർത്ഥികളിൽ നിന്നും ലക്ഷങ്ങളാണ് തട്ടിയത്. പല സ്റ്റേഷനുകളിൽ കാർത്തികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ തങ്ങളെ പ്രതി ഭീഷണിപ്പെടുത്തിയതായും തട്ടിപ്പിനിരയായവർ പറയുന്നു. സംസ്ഥാനത്തെ 10 ജില്ലകളിൽ ടേക്ക് ഓഫിനെതിരെ പരാതിയുണ്ട്. 12 പരാതികളിൽ കേസുമെടുത്തു. മുഖ്യപ്രതിയായ കാർത്തിക പ്രദീപിന്റെ പാസ്പോർട്ട് പിടിച്ചെടുക്കാനുള്ള നടപടി സ്വീകരിക്കാൻ നോക്ക നിർദ്ദേശവും നൽകി. ഇതാണ് ബേസിക് സംഭവം. ഇതിനകത്ത് ഇപ്പൊ ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെ അറസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവരുടെ പേരിൽ ഒരുപാട് കംപ്ലൈന്റുകൾ പല സ്ഥലങ്ങളിലുണ്ട്. ആകെ 14 ജില്ലകളിൽ 10 ജില്ലകളിലും ഇവർക്കെതിരെ പരാതിയുണ്ട്. അപ്പോൾ എമ്മാതിരി ഉടായ്പ ഫ്രോഡാണെന്ന് ഇവർ ചിന്തിച്ചോളുക. എമ്മാതിരി ഉടായ്പ ഫ്രോഡാണ് ഇവര് എന്ന് നിങ്ങൾ ചിന്തിച്ചോളുക. നമുക്ക് വാർത്തയുടെ തുടർച്ച കേൾക്കാം. കാര്യവട്ടം സീതാ നിലയത്തിൽ പ്രവീണിന്റെ പരാതിയിൽ 3 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. കാർത്തികയാണ് കേസിലെ 1-ാം പ്രതി. ഗായത്രി സജീവ്, കെസിയ പ്രദീപ് എന്നിവരാണ് 2ഉം 3ഉം പ്രതികൾ. 3,27,000 രൂപയാണ് ജോലി വിദേശത്ത് വാഗ്ദാനം ചെയ്ത് കാർത്തിക പരാതിക്കാരിൽ നിന്നും കൈപ്പറ്റിയത്. 2024 ഏപ്രിലാണ് വിദേശത്ത് ജോലിക്കായി വിസ തരപ്പെടുത്തി നൽകാമെന്നുള്ള വാഗ്ദാനം നൽകി പണം കൈപ്പറ്റുന്നത്. എന്നാൽ 6 മാസം കഴിഞ്ഞിട്ടും പരാതിക്കാരന് വിസ നൽകാൻ കഴിഞ്ഞില്ല. ജോലി തരപ്പെടുത്തി നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ 100 ദിവസത്തിനുള്ളിൽ പണം തിരികെ നൽകുമെന്ന കരാറുമുണ്ടായിരുന്നു. അന്വേഷിച്ചപ്പോൾ പല കാരണങ്ങൾ പറഞ്ഞ് പ്രതി ഒഴിഞ്ഞു മാറുകയായിരുന്നു. തുടർന്നാണ് പ്രവീൺ പോലീസിൽ പരാതി നൽകുന്നത്. എന്നാൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടും പ്രതിക്കെതിരെ ഒരു നടപടിയും പോലീസ് സ്വീകരിച്ചിട്ടില്ലെന്നാണ് ആരോപണം. അതായത് പോലീസിന്റെ അനാസ്ഥ എന്ന് സ്ഥിരം കാലാകാലങ്ങളായിട്ട് ഏത് പരാതി വന്നാലും പറയുന്നത് പോലെ തന്നെ ഈ പരാതിയിലും പറയുന്നുണ്ട്. ഇവിടുത്തെ ബേസിക് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഇവർ വന്നിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇടും. ആ ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റ് വഴി നമ്മളിൽ ഒരാൾ അവരുമായിട്ട് ബന്ധപ്പെടുന്നു. നമ്മുടെ നാട്ടിലെ നിരവധി ചെറുപ്പക്കാരുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ വിദേശത്ത് പോവുക, ജോലി ചെയ്യുക, രക്ഷപ്പെടുക എന്നുള്ളതാണ്. അതിന് നമുക്ക് എല്ലാവർക്കും അറിയാം, വിദേശത്തേക്ക് പോയി രക്ഷപ്പെടുന്നതിനും നിരവധി കാശ് ഇവിടുത്തെ കൺസൾട്ടൻസികൾക്ക് കൊടുക്കേണ്ടതുണ്ട്. ഇവിടുത്തെ 90% കൺസൾട്ടൻസികളും ഇത്തരം ആളുകളുടെ നിന്ന് പൈസ മേടിച്ച് പറ്റിക്കലാണ് പതിവ്. അത്തരത്തിലൊരു പറ്റിയ കൺസൾട്ടൻസിയാണ് ഇവർ എന്നാണ് അവകാശപ്പെടുന്നത്. ഇവർ ആളുകളുടെ നിന്ന് പണം മേടിക്കുന്നു. പണം മേടിച്ചതിന് ശേഷം അത് മെഡിക്കൽ ഉണ്ട്, അതിന് നിങ്ങൾ പണം അടയ്ക്കണം, മറ്റേതുണ്ട്, അതിന് നിങ്ങൾ പണം അടയ്ക്കണം, വെരിഫിക്കേഷൻ ഉണ്ട്, അതിന് നിങ്ങൾ പണം അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഘട്ടങ്ങളായി ഇവരുടെ നിന്നെല്ലാം പണം കൈപ്പറ്റുന്നു. പണം കൈപ്പറ്റിയതിനു ശേഷം ഇത്ര ദിവസത്തെ തിരിച്ചു തരാമെന്ന് പറയുന്നു. പക്ഷേ ഇതിന് ഒരു പ്രോസസ്സിന് ശേഷം ഈ ഒരു പ്രക്രിയ ഫെയിലായി, നിങ്ങളുടെ ഈ ഒരു വിസ പ്രോസസ്സിങ് ഫെയിലായി, നമ്മുടെ കാരണം കൊണ്ട് ഫെയിലായി. അപ്പോൾ വീണ്ടും നമ്മൾ ഒന്നേന്ന് റീഅപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞ് ഇങ്ങനെ പൈസ മേടിക്കുന്നു. ഇത് പ്രശ്നമാകുമ്പോഴത്തേനും ഇവൻ്റെ കുറെ പൈസ മേടിച്ച് ഒരു പരിധി കഴിയുമ്പോഴത്തേനും ഇവൻ പ്രശ്നമാകും. അപ്പോൾ ഇവിടുന്ന് ഒരുത്തൻ്റെ കുറെ പൈസ മേടിച്ചിട്ട് ഇവനെ കൊടുത്ത് ഇവനെ സെറ്റ് ചെയ്ത് അങ്ങ് വിടും. അത് കഴിയുമ്പോൾ ഇവനെ ഏരിയയാക്കി ഇവിടെ വെച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അടുത്തൊരുത്തം പ്രശ്നമാകുമ്പോഴത്തേനും അത് മേടിച്ച് ഇവനെ സെറ്റ് ചെയ്ത് ഇവനെ അങ്ങ് വിടും. ഇങ്ങനെ ഒരു റോളിംഗ് പ്രസ്ഥാനമാണ് ഇവർ കാഴ്ചവെച്ചുകൊണ്ടിരുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബാക്കിയേക്കാം. കഴിഞ്ഞ ആഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ പല തവണകളായാണ് പ്രതി അപർണയുടെ കയ്യിൽ നിന്നും പണം കൈപ്പറ്റുന്നത്. യുകെയിൽ സോഷ്യൽ വർക്കറായി ജോലി തരപ്പെടുത്തിയ നൽകാമെന്ന് പറഞ്ഞ് 5,23,000 രൂപയാണ് തട്ടിയത്. ഇവരുടെ തട്ടിപ്പിൽ നിരവധി പേർ കബളിപ്പിക്കപ്പെട്ടതായാണ് സൂചന. പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ പ്രതി ഭീഷണിപ്പെടുത്തിയതായും ഉദ്യോഗാർത്ഥികൾ പറയുന്നു. അങ്ങനെ ഒരു സംഭവമുണ്ട്. പണം ഇപ്പൊ നമുക്ക് പ്രശ്നമായി, പണം തിരികെ ചോദിക്കുമ്പോഴത്തേനും അവർ ഭീഷണിപ്പെടുത്തും. കാരണം ഈ പുറത്തു പോകാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ ഒറിജിനൽ പാസ്പോർട്ടും സർട്ടിഫിക്കറ്റും ഒക്കെ ഇവർ മേടിച്ചു വെക്കും. സർട്ടിഫിക്കറ്റുകൾ മേടിച്ചു വെക്കും. ഇപ്പം നമ്മൾ എന്തെങ്കിലും പരാതി പറഞ്ഞു കഴിഞ്ഞാൽ കമന്റ് ബോക്സ് ഭയങ്കര പ്രശ്നമാണ്. ഈ കൂടുതൽ തെറ്റുകൾ നമ്മൾ മനഃപൂർവ്വം പറയുന്നതാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം ഇവർ മേടിച്ചു വെക്കും. സർട്ടിഫിക്കറ്റ്
മേടിച്ച് വെച്ചതിന് ശേഷം ആളുകൾ ഇത് പ്രശ്നമായി, എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് തിരിച്ചു വേണം, അല്ലെങ്കിൽ പണം തരാൻ സൗകര്യമില്ല എന്ന് പറയുമ്പോഴത്തേനും ഇവരുടെ മറ്റു മറുപടി എന്ന് പറയുന്നത് ഇത് പാസ്പോർട്ട് ഓഫീസിൽ കൊണ്ട് നിന്റെ പാസ്പോർട്ട് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും, പിന്നെ നിനക്ക് വിദേശത്ത് പോകാനോ രക്ഷപ്പെടാനൊന്നും പറ്റില്ല, നീ ഇവിടെ കിടന്ന് എഴയും എന്നുള്ള രീതിയിലുള്ള ഭീഷണികളൊക്കെ പുറപ്പെടുവിക്കുക. അതോടൊപ്പം തന്നെ ഇവർക്ക് 10 തടിഭീകരന്മാരായ ബൗൺസേഴ്സിനെ കൂടെ കൊണ്ട് നടക്കുന്നുണ്ട്. ഈ ബൗൺസേഴ്സൊക്കെ നിങ്ങളെ ഇടിച്ച് പൊളിച്ചോളെ മുത്ത എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കും. അങ്ങനെ പേടിപ്പിച്ച് വീണ്ടും വീണ്ടും, അതായത് സ്വർണ്ണ മുട്ട ഇടുന്ന ഒരു താറാവായിട്ട് ഈ വരുന്ന കാൻഡിഡേറ്റ്സിനെ കൊണ്ട് നടക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. പക്ഷെ എത്ര നാളിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് അറിയില്ല. നിങ്ങൾ പറ്റിക്കേണ്ടവർ പറ്റിച്ചേ ജീവിക്കത്തുള്ളൂ. ഞാൻ എന്തെങ്കിലും പിടിക്കുമ്പോൾ പറ്റിച്ച് ജീവിക്കണമെന്ന് ചിന്തിക്കുന്നവർ പറ്റിച്ച് ജീവിക്കും. പക്ഷേ ഇല്ലായ്മയിലുള്ള ആളുകളെ പറ്റിക്കരുത്. അവരെങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ, ജീവിതത്തിൽ ഒന്ന് മുന്നേറി വരാമെന്ന് ചിന്തിച്ചിട്ടായിരിക്കും ഈ ഇല്ലാത്ത മാർഗ്ഗം എല്ലാം ചെയ്യുന്നത്. ഇല്ലാത്തവരെ നിങ്ങൾ വെറുതെ വിടും. ഉള്ള അനധികൃതമായി പൈസ ഉണ്ടാക്കുന്നവനെ നിങ്ങൾ പറ്റിക്കുവോ, നിങ്ങൾ ജയിലിൽ പോവോ, നിങ്ങൾ അറസ്റ്റ് ആവുമോ, എന്താണെന്ന് വെച്ചാൽ ചെയ്യും. പാവങ്ങളെയും കൂടെ പറ്റിച്ച് അവരുടെ ജീവിതവും വഴിയാധാരമാക്കി ഒരു ഇല്ലീഗലായിട്ട് പൈസ ഉണ്ടാക്കുന്ന ഒരുത്തനാണെങ്കിൽ അവന് പ്ലാൻ എ പോയി കഴിഞ്ഞാൽ പ്ലാൻ ബിയിലൂടെ പിടിച്ചു നിൽക്കാൻ പറ്റും. പക്ഷേ ഇത്തരത്തിലുള്ള സാധാരണക്കാർ എങ്ങനെയെങ്കിലും വിദേശത്ത് പോയി ഒന്ന് രക്ഷപ്പെടാൻ, നല്ലൊരു ജോലിയിലേക്ക് നിൽക്കാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകൾ അവരുടെ കിടപ്പാടം വരെ വിറ്റിട്ടായിരിക്കും നിങ്ങൾക്ക് പൈസ തരുന്നത്. പ്രാക്കിന്റെ പണമാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുന്നതെന്ന് മനസ്സിലാക്കുക. സർട്ടിഫിക്കറ്റ് അടക്കമുള്ള രേഖകൾ തന്റെ കയ്യിലാണെന്നും ഈ രേഖകൾ പാസ്പോർട്ട് ഓഫീസിൽ കൊണ്ടുപോയി ഹാജരാക്കി ഉദ്യോഗാർത്ഥികളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുമെന്നും കാർത്തിക ഭീഷണിപ്പെടുത്തി. അങ്ങനെ വന്നാൽ ഇനി ഒരിക്കലും വിദേശത്തേക്ക് പോകാൻ കഴിയില്ലെന്നും പ്രതി പറഞ്ഞിരുന്നതായി തട്ടിപ്പിനിരയായവർ പറയുന്നു. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള സംഭവം. ഇനി ഈ തട്ടിപ്പിനിരയായിട്ടുള്ള ആളുകൾ സംസാരിക്കുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ആളുകളും വളരെ മാസ്മരികമായ സാധനങ്ങളൊക്കെ പറയുന്നത്. അതിനുശേഷം നമുക്ക് ഈ കമ്പനികളിലേക്ക് വരാം. അപ്പോൾ ആള് പറ. പിന്നെ അതിൻ്റെ മെഡിക്കൽ എടുക്കാൻ പറഞ്ഞു. മെഡിക്കലിലും കുഴപ്പമില്ല, എല്ലാം ഞങ്ങൾ അവർ പറയുന്ന എല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഈ മെഡിക്കലൊക്കെ ഞങ്ങൾ എമൗണ്ട് എടുത്ത്. പിന്നെ എന്താണ് ഉണ്ടായത്, വേറെ സംഗതി പറഞ്ഞാൽ അടുത്തത് ഇതാട്ടോ കാർത്തിക, അല്ല സുന്ദരിയായിട്ടുള്ള മോഡലാ ബിസിനസ്സുകാരിയാ പറ. പോകുന്ന സമയമായി അപ്പോഴേക്ക് തന്നെ ഒരു 6 മാസത്തിൻ്റെ അടുത്തായി. അപ്പോൾ ഇത് മനസ്സിലാവും. പിന്നെ അവർ പറഞ്ഞ VFSന് പൈസ എടുക്കണം. അതൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ പൈസ മേടിക്കുകയാണ്. അപ്പോൾ നമ്മൾ എങ്ങാനും ഒരു പൈസ കൊടുക്കാൻ നേരം വയ്ക്കാം. പിന്നെ പുള്ളിക്കാരൻ ഭീഷണിയാണ്, നിങ്ങളിങ്ങനെ ചെയ്തല്ലേ നിങ്ങളെ അവസരങ്ങളാണ് പോകുന്നത് പറഞ്ഞാൽ ഭീഷണി മുഴക്കിയിട്ട് പൈസ മേടിക്കുക. ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് പറയേണ്ട മര്യാദയിൽ സംസാരിക്കാൻ പുള്ളിക്കാർക്ക് അറിയാം. നമ്മുടെ നാട്ടിൽ അത്യാവശ്യം ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൺ ദ നൈറ്റ് പണക്കാരായിട്ടുള്ള ആളുകൾക്കെല്ലാം ഉള്ളൊരു പ്രശ്നമാണിത്. മെജോറിറ്റി ആളുകൾക്കും, എല്ലാവർക്കും അല്ല, ഉള്ളൊരു പ്രശ്നമാണിത്. അതായത് ദാരിദ്ര്യം അറിഞ്ഞ് പടിപ്പടിയായിട്ട് മുന്നോട്ട് കയറി വരുന്ന ആളുകൾക്ക് മറ്റൊരുത്തിൻ്റെ ദാരിദ്ര്യം കാണുമ്പോഴത്തേനും, അവൻ്റെ വിഷമം കാണുമ്പോഴത്തേനും, അവൻ്റെ സങ്കടം കാണുമ്പോഴത്തേനും അത് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ഓവർനൈറ്റ് പണക്കാരനായ അല്ലെങ്കിൽ സ്വർണ്ണ കരണ്ടി വായി വെച്ച് ജനിച്ചവർക്ക് സാധാരണക്കാരുടെ എന്താണ് അവനെ അനുഭവിക്കുന്ന കഷ്ടപ്പാടെന്ന് മനസ്സിലാകത്തില്ല. അവൻ്റെ സൈഡിൽ നിന്ന് ചിന്തിക്കാൻ പറ്റത്തില്ല. കസ്റ്റമറിനോട് പുച്ഛമാണ്. അപ്പം നമ്മൾ ചില കടയിൽ ചെന്നാലും കാണുമല്ലോ, ചില കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സാർ വെൽക്കം സാർ എന്ന് പറഞ്ഞ് വിളിക്കും. ചില കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്താണ് അങ്ങോട്ടൊന്നല്ല സാധനം തരത്തുള്ളൂ, ഇങ്ങനെ പെരുമാറുന്ന കാണാം. ഇതൊക്കെ ഈ ആറ്റിറ്റ്യൂഡൽ ഡിഫറൻസ് ആണ്. ഒന്നെങ്കിൽ നമ്മൾ കാലകാലങ്ങളായി സ്കൂളുകളിൽ കേട്ടുവരുന്ന ഇവരുടെ അധ്യാപകരും അല്ലെങ്കിൽ ഇവരുടെ മാതാപിതാക്കളും പഠിപ്പിച്ചു വരുന്ന ടെക്നിക്ക്, അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കരണ്ടി വായി വെച്ച് മറ്റുള്ളവരെല്ലാം പുച്ഛിക്കുക. ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. എന്ത് റഫായിട്ട് പിന്നെ അവൾ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ പൈസ മേടിക്കുന്നതിനനുസരിച്ച് അവളില്ല ടൂണ് മാറാൻ തുടങ്ങി. നിങ്ങൾ മുമ്പൊക്കെ ഇമ്പളെ ബാധ്യത പോലെ അമാരി അങ്ങനെയാണ് ഉണ്ടായത്. പിന്നെയാണെങ്കിൽ എല്ലാവരും പിന്നെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അത് പിന്നെ പറഞ്ഞു അത് പോട്ടെ, ഗ്രൂപ്പ് തുടങ്ങി. ആ ഗ്രൂപ്പിൽ ക്ലോസ്ഡ് ഗ്രൂപ്പ് ആയിരുന്നു. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് സ്വാഭാവികമായിട്ട് എല്ലാ ഗ്രൂപ്പ് തുടങ്ങുന്നവർ ചെയ്യുന്നതാണ്. കാരണം അതിനകത്ത് ആവശ്യമില്ലാത്ത അനാവശ്യമായ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ വരുമെന്ന് ചിന്തിച്ച് ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ ഇവർക്ക് ഉടായ്പ പുറത്തറിയില്ല എന്ന് കരുതി ചെയ്യുന്നതാകാം. ഇനി മറ്റൊരു വ്യക്തി പറയുന്നത് നമുക്ക് കേൾക്കാം. അതായത് ഞാൻ കഴിഞ്ഞ വർഷം ഏപ്രിൽ 2014 ഇൻസ്റ്റാഗ്രാമിൽ ഒരു ആഡ് കണ്ടിട്ടാണ് ഇവരുടെ ഈ സ്ഥാപനത്തിന് അപ്രോച്ച് ചെയ്യുന്നത്. അന്നേരം 6,25,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ UK കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് പ്രോസസ്സ് നീണ്ടു പോകുമ്പോൾ പിന്നെയും വീണ്ടും ഇവർ പൈസ ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് സംശയം തോന്നിയിട്ട് ഞാൻ പ്രൊട്ടക്ടർ ഓഫ് ഇമിഗ്രൻസിന്റെ ഓഫീസിലേക്ക് ഒരു മെയിൽ അയച്ച് ചോദിച്ചു, അവർ രജിസ്റ്റേർഡ് സ്ഥാപനമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മെയിൽ അയച്ചു. അവിടെ നിന്ന് എനിക്ക് കിട്ടിയ റെസ്പോണ്ട് എന്ന് വെച്ചാൽ രജിസ്റ്റേർഡ് അല്ല എന്നുള്ള. രജിസ്റ്റേർഡ് അല്ല, തട്ടിക്കൂട്ട് സ്ഥാപനമാണ്, ഉടായ്പ സ്ഥാപനമാണ്. ആക്ഷൻ ഹീറോ ബിജുവിനകത്ത് പറയുന്നില്ല 4 കാല് വലിയ മേൽക്കൂരി വിട്ട് കഴിഞ്ഞാൽ അതൊരു സ്ഥാപനമായി. പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആണെങ്കിൽ അത് നടന്നു, മറ്റു ഒരു സാധനം മോഡലാണെങ്കിൽ അത് നടന്നു, അല്ലെങ്കിൽ ആ ഓഫീസിന് ഒരു നല്ല ലുക്ക് കൊണ്ടുവരാൻ പറ്റി കഴിഞ്ഞാൽ നടന്നു. പലരെയും വിശ്വസിപ്പിക്കാൻ വളരെ ഈസിയാണ്. ഇവർ ഡോക്ടറാണെന്നാണ് പറയുന്നത്. അതിന്റെ പല പ്രൂഫുകൾ ഇവർ കാണിക്കുന്നു പറയുന്നത്. ഇവർ ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഡോക്ടറാണെന്നോ നമുക്ക് തോന്നുന്ന പോലെ സ്റ്റെതസ്കോപ്പ് ഒക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. ഏതോ ഹോസ്പിറ്റലിന്റെ പരിസരമൊക്കെ കാണിക്കുന്നുണ്ട്, ആകെയൊക്കെ കാണിക്കുന്നുണ്ട്. അവരിപ്പോൾ ഹോസ്പിറ്റലിലെ ഡോക്ടർ തന്നെയാണെന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ നമ്മൾ ഒരു ബിസിനസ് ചെയ്യുമ്പോഴത്തേനും മറ്റുള്ളവനെ 3G ആക്കുക എന്നൊരു ഉദ്ദേശത്തിൽ മാത്രം ചെയ്യരുത്. ഒരു ബിസിനസ് നടത്തുമ്പോൾ നിങ്ങൾക്ക് പണം വേണം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് പണം. അതേപോലെ തന്നെ നിങ്ങളെ ആശ്രയിക്കുന്ന നിങ്ങളുടെ ക്ലയൻസിനെ നശിപ്പിച്ച് കളയില്ല, അവരെ അപരാധിച്ച് കളയില്ല എന്ന് മനസ്സിലാക്കുക.
തുടർന്ന് ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ഇതേപോലെ പല പേരിലും സ്ഥാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. 2020-22 കാലഘട്ടത്തിൽ ബിഗ് ബിഗ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ പേര് ദുരുപയോഗപ്പെടുത്തി അബ്രോഡ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം നടത്തി കുറേ ആൾക്കാർ അന്ന് അർമേനിയയിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട്. അതിൽ ഒരു 5 പേര് ചേർന്ന ഒരു കേസ് ഫെറോക്ക് സ്റ്റേഷനിൽ 2022 7 മാസം FIR ഇട്ടിട്ടുണ്ട് ഫെറോക്ക് സ്റ്റേഷനിൽ. ആ കേസ് ഇപ്പോൾ നിലവിൽ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫെറോക്ക് കോഴിക്കോട് മുമ്പാകെ ഇപ്പോൾ ആ കേസ് അതിലിവർ ആബ്സ്കോണ്ടിങ് ആണ്. ഇവർ ബെയിലെടുക്കാണ്ട് ആബ്സ്കോണ്ടായി നടക്കുകയാണ്. പിന്നെ ഇവർ ഇടപ്പള്ളിയിൽ എളമക്കര വേറൊരു സ്ഥാപനം ഇവർ തുടങ്ങിയിട്ട് 2022 ലാസ്റ്റിൽ അവിടെയും ഒരു 8 പേരെ ഇങ്ങനെ പറ്റിച്ച് കുറച്ച് കേസൊക്കെ ആയി. അവിടെ FIR ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പൈസ ഇവർക്ക് സെറ്റിൽ ചെയ്തു. ഇപ്പോൾ പുതിയ ആൾക്കാരെ പെടുത്തിയിട്ട് പഴയ ആൾക്കാരുടെ പൈസ സെറ്റിൽ ചെയ്ത് ആ കേസ് ഒഴിവാക്കി. 2023 ഇവർ ഈ ടേക്ക് ഓഫ് എന്ന് പറയുന്ന കൺസൾട്ടൻസി തുടങ്ങിയിട്ട് ആസ്റ്റർ മെഡിസിറ്റിയിലെ ഡോക്ടറാണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നവർ. എന്നാൽ പറ്റിച്ച് അതായത് ഇതിലേക്ക് കുറേ ആൾക്കാർ ഇങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇതിനടുത്ത് പോകാമെന്നും പറഞ്ഞിട്ട് പറ്റിച്ചു എന്നുള്ള ഡോക്ടറാണെന്ന് പറഞ്ഞിട്ടാണ് ആസ്റ്ററിൽ ഒയ്യേണ്ടതെന്നോ ഞാൻ ആസ്റ്ററിലെ ട്രീറ്റ്മെന്റ് എടുത്തത്. എന്തോ ആട്ടെ, ഇങ്ങനെ പറഞ്ഞാണ് ആളുകളെ പറ്റിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ് തന്നെ ആൾക്കാരെ വയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. ആദ്യം ഒരു സ്ഥാപനം തുടങ്ങി കുറേ പേരെ പറ്റിക്കുന്നു, സ്ഥാപനം അടച്ചുമൂടുന്നു. അടുത്ത സ്ഥാപനം തുടങ്ങുന്നു, കുറച്ച് പേരെ പറ്റിക്കുന്നു, അടച്ചുമൂടുന്നു. അടുത്ത സ്ഥാപനം തുടങ്ങുന്നു, കുറച്ച് പേരെ പറ്റിക്കുന്നു, അടച്ചുമൂടുന്നു. പക്ഷേ ഈ തവണ അറസ്റ്റ് ആയി എന്നുള്ള സാധനമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ബേസിക്കലി ഒരുത്തൻ തുടക്കത്തിലെ ഒരാളെ പറ്റിച്ച് ജീവിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവന് ജെന്യുവിനായിട്ടൊരു മാർഗത്തിലൂടെ മുന്നോട്ട് പോയില്ല, പറ്റിച്ച് തന്നെ മുന്നോട്ട് പോകത്തുള്ളൂ എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. ഇനി നമ്മുടെ ഇവിടെ സ്ഥാപനത്തിന്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേനും ഫ്രീ ആയിട്ട് അവിടെ കൊണ്ടുപോയി അത് പഠിപ്പിക്കാം, മറ്റിടത്ത് കൊണ്ട് ഇത് പഠിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്ററും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവരുടെ ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കുറേ സ്റ്റോറീസ് ഒക്കെ ഇവർ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ പ്രൊഫഷണലായിട്ട് തോന്നും. പുറത്തു പോകാൻ നിൽക്കുന്ന ആളുകൾക്ക് ഒരു അട്രാക്ഷൻ തോന്നുന്ന രീതിയിൽ തന്നെയാണ് ഇവർ കാര്യങ്ങളെല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവർ ഡോക്യുമെന്റ്സ് പിടിച്ചു മേടിച്ചിട്ട് മറ്റേ ഗുണ്ടാസിനെ കൊണ്ട് ഭീഷണിപ്പെടുത്തുന്ന ഒരു ടെക്നോളജി ഉണ്ട്. അതുകൂടെ കേൾക്കാമേ. ഡോക്യുമെന്റ്സ് ഇവർ ഒറിജിനൽ ഡോക്യുമെന്റ്സ് പാസ്പോർട്ട് സഹിതം പാസ്പോർട്ടും ഒറിജിനൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡിഗ്രി സർട്ടിഫിക്കറ്റ്സും എല്ലാം കൈവശം വെച്ചിട്ട് ആണ് ഇവർ കളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പൈസ ചോദിച്ച് നമ്മൾ അവർ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എൻ്റെ കയ്യിലാണ്, ഞാനത് കൊണ്ടുപോയി പാസ്പോർട്ട് ഇമ്പം ചെയ്ത് കളയും, അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഭീഷണിപ്പെടുന്നത്. പിന്നെ ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ ടോൺ അങ്ങ് മാറും. പിന്നെ ഈ അഭിരാം തറയിൽ എന്ന് പറയുന്ന ഭർത്താവ് പുള്ളി ഇടപെടുകയും പുള്ളി വേറെ ടോണിൽ കണ്ടു കളയും, നിനക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ചെയ്യ്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ആ ഒരു ടോണിലേക്ക് മാറുന്നുണ്ട്. അത് ഭീഷണി. പിന്നെ എവിടെ പോയാലും പുള്ളിക്കാരത്തോട് ഒരു 10 പേര് ബൗൺസേഴ്സ് ആയിട്ട് ഒരു 10 പേര് എപ്പോഴും ഉണ്ടാവും. അവരെ വെച്ചിട്ടാണ് ഈ കളിക്കുന്നത്. മൊത്തത്തിൽ ഇത് തന്നെയാണ് ഇവരുടെ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പിക്കൽ കേസ് ഓഫ് ഡ്രഗ് അബ്യൂസ് ആണ്. ഡ്രഗ് അബ്യൂസ് അതൊന്നും നമുക്കറിയില്ല, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല. ഇവരുടെ ഈ ടേക്ക് ഓഫ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ കയറി നോക്കിയാൽ തന്നെ അത് കുറെ തട്ടിക്കൂട്ടാണ് നമുക്ക് മനസ്സിലാകും. കാരണം ഇവര് ഫേസ്ബുക്കിന്റെ ഐഡിയും ഇവരുടെ വെബ്സൈറ്റിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഈ ലിങ്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് Wix.com ആണ്. Wix.com എന്ന് പറയുന്നത് നമുക്ക് തന്നെ സ്വന്തമായിട്ട് Wix.comൽ കയറി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതായത് പ്രൊഫഷണൽ വെബ്സൈറ്റ് പോലും അല്ല ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, എല്ലാം ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പ് തന്നെയാണ് ചെയ്തിരിക്കുന്നതെന്നാണ് ഇത് കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഇനി സൂക്ഷിച്ചു നോക്കി എന്താ മനസ്സിലാകുന്നത് എന്നുള്ളത് പോലീസ് കണ്ടുപിടിച്ച് ചെയ്യേണ്ടി വരും. ഇതിനകത്തും നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ പറയുന്ന എങ്ങനെയെങ്കിലും ജീവിതത്തിൽ രക്ഷപ്പെടാൻ മുന്നേറാം എന്ന് നോക്കി നിൽക്കുന്ന ആളുകളെ പറ്റിക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. സാധാരണക്കാരനെ പറ്റിക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. പണം ഇല്ലാത്തവന്റെ പോക്കറ്റിലെ പണം അടിച്ചു മാറ്റുക എന്നുള്ളതാണ് ഇതിങ്ങളുടെ എല്ലാം ലക്ഷ്യം. അതുകൊണ്ട് നമ്മളെപ്പോലെ പണമില്ലാത്തവർ സൂക്ഷിക്കുക. എനിക്കുള്ള പോക്കറ്റ് പോലും ഇല്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് നീങ്ങുക. നിങ്ങളൊരു കാര്യത്തിൽ പണം കൊടുക്കുമ്പോഴത്തേനും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴത്തേനും അതിൻ്റെ ജെന്യൂനിറ്റി മാക്സിമം ചെക്ക് ചെയ്യുക. അവർ പലതും പറയും. ഞാൻ 12,000 പേര് ഞാൻ കയറ്റി വെച്ചിട്ടുണ്ട്, 52,000 പേര് ഞാൻ കയറ്റി വെച്ചിട്ടുണ്ട് എന്നൊക്കെ അവർ പലതും പറയും. നിങ്ങളായിട്ട് ജെന്യൂനായിട്ട് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലേക്ക് പോവുക. നമ്മൾ കാണുന്ന നമുക്ക് ചുറ്റുമുള്ള വിദേശത്തേക്ക് കയറ്റിവിടാം, വിദേശത്ത് ജോലി മേടിച്ച് തരാം, വിസ മേടിച്ച് തരാം എന്ന് പറഞ്ഞ് നമുക്ക് ചുറ്റുമുള്ള 80% സ്ഥാപനങ്ങളും ഉടായിപ്പാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ വിദേശത്തേക്ക് പോകുന്നവർ സൂക്ഷിച്ച് മാത്രം കരുക്കൾ നീക്കുക. ഈ വിദേശത്തേക്ക് പോകാൻ മാത്രമല്ല കേട്ടോ, സാധാരണക്കാരൻ ഇന്നിവിടെ ശ്രദ്ധിച്ച് മാത്രം മുന്നോട്ട് നീക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും പറ്റിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് പല വിഷയങ്ങളിൽ. അപ്പോൾ സൂക്ഷിച്ച് ബി കെയർഫുൾ. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. മറ്റൊരു ആയിട്ടാണ് വരെ.